ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അവസാന ഭാഗം വർക്കാകുന്നില്ല എന്ന് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ കാണിക്കുന്നത്. പോലെ മറ്റേ കൈയും ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇതിങ്ങനെ സെൻറ്റർ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുക. ഇതാ ഇങ്ങനെ ചീത്ത വശത്തേനായിട്ട് നമ്മൾ ഫുള്ള് അടിക്കണത് മടക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ മറ്റേ കൈയും അടിക്കണ്ടേ. ഞാൻ അത് ഇതിൽ കാണിക്കണം, ഞാൻ വീഡിയോ ലെങ്ത് ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. ഇവിടെ വരെ ഒരു അരഞ്ച് ഇതിൽ ഇങ്ങനെ അടിച്ചു കൊണ്ടുവരാം. കയ്യെ സ്ലീവ് സ്റ്റിച്ച് കഴിഞ്ഞ് ബോഡി പാർട്ട് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണം കേട്ടോ. അത് ഇതുപോലെ അതാ കണ്ടില്ലേ, ആ വരവ് സ്ലീവ് അടിച്ച് വന്ന അതേ വരവിൽ തന്നെ ഇതാ ഇങ്ങനെ വന്ന് ഇവിടെ വരെ കൊടുന്ന് വെക്കുക. ഇവിടെ നമ്മളെ കണ്ടില്ല, ഇത് നമ്മൾ ഈ 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിരുന്നത്. ഇതെന്തിനാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പോക്കറ്റിന്, സൈഡ് പോക്കറ്റിന്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഇതാ ഇവിടെ വരെ 4.5 ഇഞ്ച് ഇവിടെ ഓപ്പൺ ഭാഗമാണ് ഏതേ പോക്കറ്റിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് എന്ത് ചെയ്യുക, ഒന്ന് വലുതാക്കി കൊടുക്കുക, വലിയ സ്റ്റിച്ചാക്കി കൊടുക്കണം. കാരണം നമുക്ക് അടിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്യാതാണ്. ഒരു ഇതിലൊക്കെ ഇട്ട് ഇതാണ് വലുതാക്കി വലിയ സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ ആ സ്റ്റിച്ചിൽ അടിക്കുക, താഴെ വരെ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക, സ്റ്റിച്ച് ചെറുതാക്കുക, ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടില്ലേ സ്റ്റിച്ചിൻ്റെ വലുപ്പം കണ്ടില്ലേ. ഇത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിടും. ഇനി ഇവിടുന്ന് ആദ്യം അടിച്ച അതേ സ്റ്റിച്ചിൽ തന്നെ താഴെ വരെ അടിക്കുക. കൈയിൻ്റെ ഇവിടുന്നതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ താഴെ വരെ അടിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ആ ഭാഗം അതുപോലെ അടിക്കുക. ഈ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ മറിച്ച് കാണിച്ചു തരാം, കണ്ടില്ലേ. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കോളറും അതുപോലെ ഇത് ബോട്ടം മടക്കി അടിക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാം. പോക്കറ്റ് ഒക്കെ അടിക്കുന്ന വീഡിയോ അടുത്തതിൽ വിടാം ഇൻഷാ അല്ലാഹ്.